ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം ആരതി സത്യൻ. ഞാനൊരു ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യണ്ടേ, ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു ഇയർ ഡ്രോപ്പ് ചെയ്ത് പഠിക്കുന്നത് വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ, ഇതിനെക്കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാനാണെങ്കിൽ ഒരു ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ. ആൻഡ് ഞാൻ 2 ഇയർ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നീറ്റ് എഴുതിയെടുത്തത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വർഷം 22 lakh സ്റ്റുഡൻസ് ആണ് നീറ്റ് അപ്ലൈ ചെയ്തതും എഴുതിയതും. അതിനകത്ത് 12 lakh സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡ്രോപ്പ് ചെയ്യണം? ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഫൈനലായിട്ട് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വേർത്ത്, അല്ല ഈ ഒരു കോഴ്സിൻ്റെ വേർത്ത്. എനിക്ക് എൻ്റെ ഒപ്പീനിയനെ പറയാൻ പറ്റൂ. നിങ്ങളാണ് ഇത് എന്താ പറയുക, നിങ്ങൾ നീറ്റ് ഡ്രോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഇപ്പോൾ നമ്മൾ നീറ്റ് എഴുതി കഴിഞ്ഞു. അപ്പം ചില ആൾക്കാർക്ക് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് സെക്കൻഡ് ആയിരിക്കാം, ചില ആൾക്കാർ തേർഡ് അറ്റംപ്റ്റ് ആയിരിക്കാം. എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയ പിള്ളേരാണെങ്കിൽ എന്താ, നമ്മൾ ഒരു പക്ഷേ അത്ര പ്രിപ്പയർഡ് ആയിരിക്കില്ല. നമ്മൾ ബോർഡ് എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ അത്ര ടൈം കൊടുത്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ ഒരു ഇയർ സേഫായിട്ട് ഡ്രോപ്പ് ചെയ്യുക. അങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് ഈ ഡ്രീം ഇത് നീറ്റ് പേഴ്സ്യൂ ചെയ്യണമെങ്കിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും എൻ്റെ ഒപ്പീനിയൻ അല്ല. ഇത് നമുക്ക് ഈ ഒരു ഡ്രീം തന്നെ നിങ്ങൾക്ക് ഒരു MBBS തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സെക്കൻഡ്, ഒരു വർഷം നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമുള്ള അറ്റംപ്റ്റ്. ഈ അറ്റംപ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്തിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ നല്ല താഴെ നിങ്ങൾക്ക് റാങ്ക് വന്നേക്കുന്ന അല്ലെങ്കിൽ മാർക്ക് വന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ഇനി ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ ഈ ഇയർ ഡ്രോപ്പ് ചെയ്ത ഇയർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു, നിങ്ങൾ 100% കൊടുത്തിട്ടില്ല, ഇനി കൊടുത്താൽ കിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ ഡ്രോപ്പിലോട്ട് പോകാവുന്നതാണ്. ഒരു ഇയർ ഇതിന് വേണ്ടി നമ്മൾ ഡ്രോപ്പ് ചെയ്യുവാണ്. അപ്പം നമുക്ക് മനസ്സിലാവണം നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, അതും നമുക്ക് MBBS തന്നെ വേണമെന്ന് അത്രയും വാശിയുണ്ടെങ്കിൽ, പിന്നെ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മൾ പഠിച്ച് സാച്ചുറേറ്റ് അല്ല, ഇനിയും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, അതും നമ്മളൊരു ചാൻസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഫാക്റ്റ്. കാരണം ഇപ്പം നമ്മൾ MBBS കിട്ടുന്നതിന് മുന്നേ MBBS കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ MBBS മതി എനിക്ക് ജീവിക്കാൻ എന്നൊക്കെയുള്ള പ്ലാനിലാണ് നമ്മൾ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യുന്ന, 2-3 ഇയർ ഡ്രോപ്പ് ചെയ്യുന്ന. നമ്മൾ ആക്ച്വലി ആ ഒരു ലൂപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, നമ്മളത് അറിയുക പോലുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ MBBS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു ഫീലിംഗ് ഇല്ലേ, MBBS ആണ് എല്ലാം, ആ ഒരു ഫീലിംഗ് ആകെ നമുക്കൊരു 6 months ഒക്കെ നിൽക്കും. പിന്നെ നമ്മൾ മുന്നേ എത്ര എഫേർട്ട് എടുത്താണോ പഠിച്ചത് അതിലേറെ എഫേർട്ട് എടുത്തിട്ട് വേണം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്താ പറയുക, ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് കളയാന്നല്ല, ഒരു വർഷം ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണോ. നമ്മൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ബാക്കിയെല്ലാം നമ്മളെ ഫോൺ ടൈം കുറയ്ക്കും, സ്ക്രീൻ ടൈം കുറയ്ക്കും. പിന്നെ നമ്മളിപ്പം റിലേറ്റീവ്സിൻ്റെ ഫങ്ഷന് പോവില്ല, ഫ്രണ്ട്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കും. ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടായിരിക്കും നമ്മളുടെ ഒരു 1 ഇയർ ഇതിന് വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഷുവർ ആക്കാൻ നോക്കുക, എനിക്കിത് തന്നെയാണ് വേണ്ടത്. എന്നിട്ട് ഈ ഒരു ഡ്രോപ്പ് എടുക്കുന്ന, ഇപ്പോൾ ഒരു സെക്കൻഡ് തേർഡ് ടൈമൊക്കെ ഡ്രോപ്പ് എടുക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം ഈ കോഴ്സ് ആക്ച്വലി എന്താണ്, ഇതിലെന്തൊക്കെയാണ് ഉള്ളത്, ഇത് പഠിച്ചാൽ എന്താവാൻ പറ്റും, ഇതാണോ നമ്മുടെ കറക്റ്റ് പാഷൻ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഇയർ റിപ്പീറ്റ് ചെയ്യുന്നതിലോട്ട് പോകാൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എനിക്ക് കുറച്ച് മെസ്സേജുകൾ വരെയുണ്ടായി, എവിടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ചോദിച്ചിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നതിലല്ല, നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഇയർ ഇപ്പം നമ്മൾ ആദ്യം ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ തുടക്കത്തിൽ ആ ഒരു ഫയർ ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സ്ലോ ആയി പോകും. പക്ഷെ അല്ലാതെ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നോ, എത്ര എഫേർട്സ് നമ്മൾ ഇടുന്നോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നമ്മൾ എവിടെ കോച്ചിങ്ങിന് പോകുന്നു എന്നതല്ല.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ലൂപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചിലവർക്ക് പേടിയുണ്ടാവും ഏജ് കൂടിക്കൂടി വരുവാണല്ലോ, അപ്പം നമ്മൾ എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ സെറ്റിൽഡ് ആയിരിക്കും, മേ ബി അവർക്ക് ജോബ് കിട്ടിക്കാണും, മേ ബി അവർക്ക് ഫാമിലി ആയി കാണും, പിന്നെ സാലറി കിട്ടുന്നുണ്ടാവും, അങ്ങനെ കുറേ ഹൈറ്റ്സിൽ റീച്ച് ചെയ്ത പല ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അതൊന്നും കണ്ട് നമ്മൾ ഡൗൺ ആവാതിരിക്കുക. കാരണം നമ്മളുടെ എയിം പ്രോപ്പറായിട്ട് MBBS എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്താ പറയുക, നമ്മളെ ഡ്രീമിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏജ് ഈസ് ലിറ്ററലി എ നമ്പർ. വെറും ഒരു നമ്പർ മാത്രമാണ് ഏജ്. ഇവിടെ ഇപ്പം 26 ആയാലും 22 ആയാലും 21 ആയാലും 20 ആയാലും ഇറ്റ് മേക്സ് ലൈക്ക് നോ ഡിഫറൻസ്. അതായത് ഏജ് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. അപ്പോൾ അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് നമ്മുടെ പാഷൻ, നമ്മൾ ഇതിലേക്ക് തന്നെ നീങ്ങണം. പിന്നെ നമ്മൾ പിയർ പ്രഷർ അല്ലെങ്കിൽ ഫാമിലീൻ്റെ പ്രഷർ ഇത് വെച്ചൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇത്രയൊക്കെയാണ് ഈ റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഇല്ലാതെ ഹാപ്പി ആയിട്ട് തന്നെ ഒരു സ്റ്റേണായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന്. ആൻഡ് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു നീറ്റ് റാങ്ക് അല്ലെങ്കിൽ നീറ്റ് മാർക്ക് അതല്ല ഒന്നിൻ്റെ എൻഡ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഴ്സിൽ ചേരാം. ഇപ്പം വെറും MBBS മാത്രമൊന്നുമല്ല, ഈ ലോകത്ത് ഒത്തിരി കോഴ്സ് ഉണ്ട് നമുക്കിപ്പം സാലറി ബേസ് ആണെങ്കിൽ പോലും. പക്ഷേ നിങ്ങളുടെ ഡ്രീം ഇതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ബൈ.